ചാലിയത്ത് നിന്ന് പണ്ട് കസവ് മുണ്ടിന്റെ കച്ചവടത്തിന് വന്ന ഒരു സന്ധ്യക്ക് നമ്മുടെ വാസുവിന്റെ അടുക്കളയിൽ തുണിയില്ലാതെ ഓടി എന്നാണ് പറയണത്. അതാ വാസുവിന്റെ മൂത്ത മോനൊരു കസവിന്റെ നിറം. എടാ ഒരാഴ്ച കൊണ്ട് വെയില് കൊള്ളിച്ചിട്ട് ഈ മീൻ കൊണ്ടുപോയാ പോരായിരുന്ന? ഉണക്കാനായിട്ട് അധികമൊന്നുമില്ല. ഈ ട്രോളറുകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി. ഈ പ്രാവശ്യം പാതിലോടെ ഉള്ളൂ. കൃഷ്ണാപ്പള്ളിക്കാ. നീ എന്നാ? അടുത്ത ആഴ്ച കാണാം. ഓ ചായ കഴിക്കാനൊന്നും വേണ്ടടാ. ആ രണ്ടും പരദൂഷണം ആയിക്കോട്ടെ. അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പരദൂഷണം. പണ്ട് വാസുവിന്റെ പെങ്ങള് കടലിൽ ചാടി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷണമെന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത വന്നപ്പോ എന്തായി? ദിവാരം ജയിലിലായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി. എന്നിട്ട് ഈ ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്ന് പറഞ്ഞേക്കണില്ലല്ലോ. ഓ അവരെങ്കിലും ഒന്ന് വെറുതെ വിട് പറയതട്ടാ. അവരെങ്ങനെങ്കിലും ഒന്ന് പിഴച്ചു പൊയ്ക്കോട്ടെ. ചായ കൊടുത്തിട്ട് പോടാ. ഞാൻ തന്നെ അങ്ങ് കുടിച്ചാ മതി. ശാന്തമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവനെന്താ ഇത്ര ദണ്ണം? ഇനി ഇവനെങ്ങനെ ഐസ് വിൽക്കാൻ അവിടെ പോയി മണിയിരിക്കണ എന്താ? കാണാനേട്ടാ അവര് വരണുണ്ട്. മീനിനാണെങ്കിൽ ഒരു വിലയില്ല. അവര് കണ്ടേ കളിക്കാൻ ആളെ ബാക്കി കിട്ടുവാ. എടാ അതെ ഒരു 10 രൂപ തരാനുണ്ട് കേട്ടാ, മറക്കല്ലേ. ഇങ്ങാട് താകുഞ്ഞമ്മേ. വേണ്ട മോളെ, ഞാൻ കഴുകി വെച്ചാളാ. അങ്ങാട്ട് കൊടുക്കുന്നേ. പെൺപിള്ളേര് ദേഹാനെങ്കിൽ ജോലി ചെയ്യട്ട്. കൊണ്ടുയല്ലേ. നടുവേദന എങ്ങനെയുണ്ട് കണാരേട്ടാ? ഓ നടുവേദന പറഞ്ഞ് ചുമ്മാണ്ടിരിക്കാൻ പറ്റുമോ ശാന്തമ്മേ? വലയുടെ കേടുപാടുകൾ തീർത്താൽ അടുത്ത ആഴ്ചയെങ്കിലും പണിക്ക് പോകാൻ. അപ്പൊ ഈ ആഴ്ച ഇനി നോക്കണ്ട. ഈ ചീട്ടുകളി നിർത്താതെ ഇത് ഞാൻ ഗുണം പിടിക്കുകയില്ല. ദേ പെങ്കൊച്ചുകൾ 3 എണ്ണ വളർന്നു നിക്കണത്. ആ വിചാരം വല്ല ഇത് ഞാനുണ്ടാ? എന്റെ കാർത്തു ഞാൻ ചീട്ട് കൈ കൊണ്ട് പോട്ടിട്ട് കാലം എത്രയെന്നറിയാം. അതായിരിക്കും ഞാൻ വരണത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത്. എടി പണ്ടാരപ്പടെ നീ അത് കണ്ടായിരുന്ന? നിനക്ക് കമലപ്പരുന്നിന്റെ കണ്ണാണല്ലോ. പിന്നെ വെറുതെ കാർത്തുവിന്റെ വയലിരിക്കണ കേക്കാണ്ട് പണിക്ക് പോകാൻ നോക്കി കാണാരേട്ടാ. ദിവാകരനുണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും എനിക്കൊരു മടിയാ. എന്നാ ചങ്ങാതി ജയിലിൽ വന്നിട്ട് പണിക്ക് പോയാ മതി. ഇല്ലെങ്കിൽ നിങ്ങ അങ്ങാട് ജയിലിലാട്ട് ചെല്ലേ. പെണ്ണുങ്ങളെ കെട്ടിയവന്മാരെ ആശ്രയിക്കാതെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണോടി. ഞാൻ ശാന്തമ്മയെ കണ്ടായിരുന്ന? ദിവാകരനെ ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം നീ കണ്ട? പോരാത്തതിന് മോനും വേറെ സമ്പാദിക്കണം. മോൻ സമ്പാദിക്കണതേ അവന് പൗണ്ടറിനും വാസന സോപ്പിനെ തികയത്തുള്ളൂ. അവന് കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേക്കാം. എന്ത് കേൾക്കാനാണ്? അവനെന്താണത് കുറവ്? അവൻ ഈ തുറയുടെ മുത്തല്ലേ. ഒരു നല്ല കലാകാരൻ എന്തിനാണ് കടലിൽ പോണത്? അവൻ കരയില് വെറുതെ നിന്ന് ചവിട്ടി. അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരൻ ആത്മഹത്യ ചെയ്തു. ലോറൻസ് എത്തിയല്ല. അല്ല ദിവാകര, കാലാവധിയൊക്കെ തീർന്നു കിട്ടി. വെറുതെ കുറച്ച് പരിപ്പോട് ചേർത്തു. എന്താണ് മക്കളെ, സുഖല്ലേ? ഞാൻ സേലത്ത് ഉണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലൊന്ന് നിർത്തിയതാ. ദിവാകരേട്ടൻ വണ്ടിയെ വന്ന് ഇറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ. ദിവാര ചായ ഞാൻ വീട്ടിലേക്കല്ലേ. അതെ, ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ദിവാകരനും ഭാസ്കരന്റെ ഭാര്യയായിട്ട് വെറുതെ എന്നോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് അതങ്ങ് പറ്റില്ലെഴുതിക്കോ. ഇങ്ങനെ അന്തപ്പിട്ട് നോക്കണത്?
ലീവാ. കരള മരള അങ്ങനെ ഏതാണ്ടുണ്ടല്ലോ. ഹേയ്, കിടപ്പ് തീർന്നിട്ട് പോന്നാ. അപ്പൊ ഇനി പോവണ്ട. കണാരേട്ടാ, കാത്തു, ദേ നമ്മുടെ ആള് വന്നേട്ടാ. ആരാണ് ശാന്തമ്മോ? നമ്മുടെ ആള് ജയിലിൽ ചാടി. എടി പൊട്ടപ്പൊഴുത്തി ചാടി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. നിന്റെ മട്ടുഭാവം കണ്ട ഞാനേതാണ്ട് ഗൾഫിൽ നിന്ന് വന്ന പോലെ ഉണ്ടല്ലോ. പരിപ്പോടെയാണ്. അല്ല ഇതെപ്പോ വന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ. പോന്ന് കേറിയാണ്. അതെ എടാ, നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി. ദിവാകരന്റെ വള്ളത്തെ ഇറങ്ങിയ പിന്നെ നേരെ ചൊവ്വ ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല. എന്ന് സൂക്കേടാ. നിനക്കായിരിക്കും. അതൊക്കെ നമുക്ക് ഇനി ഉഷാറാക്കാല്ലേ കാണാനേട്ടാ. പിന്നെ അവനെവിടെ? രാധ? നിന്റെ കച്ചമാരാ പിന്നെ ആദ്യം പെത്താൻ കളിക്കാം. അയ്യടാ, മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാൽ മതി. രാധയുടെ അച്ഛൻ വന്നു. ആ രാധ വന്നല്ല. വേഗം പാടി. റെഡിയല്ലേ? ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോലത്തിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സഹകരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലിറങ്ങി. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ അങ്ങോട്ട് തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മുണ്ടില്ലേ ഞാൻ? കണ്ടോ അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടിട്ടാ. നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര എരിച്ചില്. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ. ആ വാ, പിള്ളേര് വീട്ടിൽ പോ, വീട്ടിൽ പോകോ. നടക്കടി അങ്ങാട്ട്. നടക്കല്ലേ?